ഇന്ത്യയിലെ ആകാശത്ത് ചെറു ഹെലികോപ്റ്ററുകൾ ഇനി പറന്നു നടക്കാൻ പോവുകയാണ്. കേൾക്കുമ്പോൾ നമുക്ക് തോന്നും അത്ഭുതമാണ്, ഇതൊക്കെ നടക്കുമോ എന്നൊക്കെ തോന്നും. പക്ഷേ സംഭവം ശരിയാണ്. ഇനി ഇങ്ങനെ ഹെലികോപ്റ്ററൊക്കെ നമുക്ക് പറന്നു നടക്കുന്നത് കാണാം. കാർ നിർമ്മാതാക്കളായ മാരുതി സുസുക്കിയാണ് ഈ പദ്ധതിയുമായിട്ട് രംഗത്തുള്ളത്. 3 പേരെ വഹിക്കാൻ ശേഷിയുള്ള വൈദ്യുതി ഹെലികോപ്റ്ററാണ് നിർമ്മിക്കാനായി ഒരുങ്ങുന്നത്. അശുചിത്താണ് ചേരുന്നത് ന്യൂസ് ഡെസ്കിൽ നിന്ന്. AJ, ഗുഡ് മോർണിംഗ്. അപ്പോൾ നമുക്കിനി ആകാശത്ത് ചെറു ഹെലികോപ്റ്ററുകൾ കൂടി പറന്ന് നടക്കുന്നത് കാണാൻ കഴിയും അല്ലേ? സേതു, നമ്മൾ ഈ വീട്ടിൽ ഒരു കാർ ഉണ്ടാവുന്ന ഇപ്പോൾ എല്ലാ വീട്ടിലും അല്ലെങ്കിൽ പരമാവധി വീടുകളിലൊക്കെ ഒരു കാർ ഉണ്ടാവുമല്ലോ. അപ്പോൾ അതുപോലെ ഇനി ഭാവിയിൽ വീട്ടിലൊരു ഹെലികോപ്റ്റർ എന്ന ഒരു പദ്ധതിയിലേക്ക് പോകുമെന്ന് തോന്നുന്നു. കാരണം ഈ ഭാവി ആ തരത്തിലാണ് മാരുതി സുസുക്കി പദ്ധതി ഇടുന്നത്. കാരണം ഓരോ വ്യക്തിക്കും ഒരു ഇൻഡിവിജ്വൽ ഹെലികോപ്റ്റർ കൊടുക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് ഈ ഒരു ഫ്യൂച്ചർ ലക്ഷ്യമിട്ടുള്ള ഈ പദ്ധതി. ഏതായാലും അത് വെറും പദ്ധതിയിലോ അല്ലെങ്കിൽ വെറും കടലാസിൽ മാത്രം ഒതുക്കുന്ന ആശയമല്ല, അത് നടപ്പാക്കാനുള്ള ശ്രമവും അവർ തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. ജപ്പാനിലെ പ്ലാന്റിൽ അതിനുള്ള എല്ലാ ഒരുക്കങ്ങളും തുടങ്ങിയതായാണ് പറയുന്നത്. അപ്പോൾ ഇന്ത്യയിൽ സ്വാഭാവികമായും ഇനിയിപ്പോൾ ഓരോരുത്തർക്കും ഓരോ ഹെലികോപ്റ്റർ കൊടുത്താൽ അത് എൻ്റെ സംശയം എന്ന് പറയുന്നത് എങ്ങനെ ഈ ആകാശത്ത് പരസ്പരം കൂട്ടിമുട്ടാതെ എങ്ങനെ പോകുന്നതാണ്. സേതുവിന് എന്ത് തോന്നുന്നത്? അല്ല, അതൊരു ആശങ്കപ്പെടുത്തുന്ന ഒരു കാര്യം തന്നെയാണ്. പക്ഷെ എന്താണെങ്കിലും വളരെ പെട്ടെന്നൊന്നും ഇത് സജീവമായിട്ട് വരില്ലല്ലോ. അല്ല, അത് ഭാവിയിൽ അതിനുള്ള സൊല്യൂഷൻ ഉണ്ടാവാം. ഏതായാലും അവർ പദ്ധതിയിടുന്നത് നമ്മളുടെ റോഡിലൂടെയുള്ള ഗതാഗതത്തിന് സമാനമായി ആകാശത്തുകൂടെ നമുക്ക് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് എളുപ്പത്തിൽ പോകാൻ കഴിയുന്ന ഒരു ഗതാഗത മാർഗമായിട്ടാണ്. ഏതായാലും ഭാവിയുടെ ഒരു ഗതാഗത സംവിധാനമായി തന്നെ ഇത് മാറുമെന്നതിൽ എനിക്ക് തർക്കമില്ല. ഏതായാലും 3 പേർക്ക് ഇതിൽ ആ ഹെലികോപ്റ്ററിൽ യാത്ര ചെയ്യാൻ പറ്റുള്ളൂ എന്നൊരു പോരായ്മ ഒരുപക്ഷെ പറയാം. പക്ഷേ ഭാവിയിൽ അത് വീണ്ടും ഡെവലപ്പ് ചെയ്ത് ടെക്നോളജിയൊക്കെ മാറുന്നതോടുകൂടി അത് 3 എന്നുള്ളത് ഒരുപക്ഷെ 6 അല്ലെങ്കിൽ അതിൽ കൂടുതലൊക്കെ ആവും. ഒരുപക്ഷെ നമ്മളിപ്പോൾ വിമാനത്തിൽ പോകുന്ന കണക്ക് നമുക്ക് വീട്ടിൽ നിന്ന് ഹെലികോപ്റ്റർ എടുത്ത് അല്ലെങ്കിൽ നമ്മുടെ അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോയി അടുത്ത ആ ഡെസ്റ്റിനേഷനിൽ നമുക്ക് ടെറസിൻ്റെയൊക്കെ മുകളിൽ ലാൻഡ് ചെയ്യാൻ കഴിയുന്ന തരത്തിലേക്ക് ആണ് ഈ പദ്ധതി ഡ്രാഫ്റ്റ് ചെയ്തിട്ടുള്ളത്. ഏതായാലും ഇത് വരുമ്പോൾ അറിയാം നമുക്കിത് എങ്ങനെ പോകും എന്നുള്ളത്, അല്ലേ? അതാണ്, നമുക്ക് നമ്മുടെ കണ്ണിൽ ഇപ്പോൾ ഈ പറക്കും കാറുകളൊക്കെ ഉണ്ട് ഒരുപാട്. അപ്പോൾ അതിനോടൊക്കെ സമാനമായിട്ടുള്ള ഒരു സംഭവം തന്നെയായിരിക്കും ഒരുപക്ഷെ ഈ പറക്കും ഹെലികോപ്റ്ററുകളും. വീടുകളിലൊക്കെ, സാധാരണക്കാരുടെ വീടുകളിലൊക്കെ ഇതെത്താൻ ഒരുപാട് കാലങ്ങളൊക്കെ എടുക്കുമെങ്കിലും നമുക്ക് കാണാം നമ്മുടെ സമകാലികരായ ഒരുപാട് പേരൊക്കെ ഇത് വാങ്ങാനുള്ള സാധ്യതയുണ്ട്. ഈ നമ്മുടെ ആശങ്കകൾക്കും അപ്പോൾ ഒരു പരിഹാരമാവും. ഇത് കൂട്ടിമുട്ടോ, എങ്ങനെ പോകും, നമ്മുടെ റോഡിൽ പോകുന്ന പോലെ തന്നെ ഈസിയായിട്ട് അവർക്ക് ആകാശത്ത് കൂടി പോകാൻ കഴിയുമോ എന്നുള്ള കാര്യമൊക്കെ നമുക്ക് കണ്ടിരുന്ന് കാണാം.